ജാടയില്ല, വേലയില്ല, ബോട്ടുകളില്ല, കള്ളത്തരമില്ല, വഞ്ചനയില്ല, ചതിയില്ല. ഒറ്റ മാജ് സ്ക്രീൻ, നിഷ്കളങ്കമായ നിർമ്മലമായ മാജ് സ്ക്രീൻ. ഒറ്റ നോട്ടത്തിൽ അറിയാൻ കഴിയുന്ന LDF എത്ര, UDF എത്ര, NDA എത്ര. താഴെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, താഴെ ഇടയ്ക്ക് വരുന്ന പൗപ്പത്ത് മണ്ഡലങ്ങൾ മാറി മാറി വരും. അവിടെ മുകളിൽ ചെറിയ കോളത്തിൽ നമ്മൾ ബാക്കി എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. ബാക്കി സംസ്ഥാനങ്ങളുണ്ട്. ബാക്കി സംസ്ഥാനങ്ങളുടെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് അതുകൂടി മാജ് സ്ക്രീനിൽ മിന്നി മറയുന്ന കാഴ്ച പ്രേക്ഷകർ കാണാൻ കഴിയും. സ്ഥാനാർത്ഥികളുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ലീഡും വോട്ടും ഒരേ സമയം തന്നെ അറിയാം. പടപടപടപടേ അത് മാറി മാറി വരും. ഏതെങ്കിലും തരത്തിൽ അങ്കലാപ്പില്ല, അമാന്തമില്ല, ആമവാദമില്ല. പടപടപടപടേ മാറി മാറി വരും. താഴെ ആമവാദം എന്തോ പറയുന്നത്, രാവിലെ എന്തൊക്കെയാണെന്ന് പറയുന്നത്. പോട്ടെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്താ ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ബദനിക്കുന്നിന്റെ താഴ്വരയിൽ മാറിവാനിയോസ് കോളേജിന്റെ മുകൾ തട്ടിൽ എന്തും സംഭവിക്കാം. പുതിയ നക്ഷത്രങ്ങൾ ഉയരാം, പുതിയ ചന്ദ്രനല്ല സൂര്യൻ ഉദിക്കാം. എന്ത് സംഭവിക്കുന്നു അവിടെ? തിരുവനന്തപുരത്ത് സൂര്യൻ ഉദിച്ചോ? ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ബദനിക്കുന്നിലാണ്. ബദനിക്കുന്നിൽ ആരുടെ കണ്ണീര് വീഴും, ആരാകും ആ ബാലറ്റ് ബോക്സ് തുറന്ന് എണ്ണിക്കഴിയുമ്പോൾ, അവസാനത്തെ റിസൾട്ടിലേക്ക് എണ്ണിക്കഴിയുമ്പോൾ ആർക്കൊക്കെ നേട്ടമുണ്ടാകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെ കുറച്ച് സമയത്തെ ആകാംക്ഷ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരം സംസ്ഥാനത്തിന്റെ തന്നെ തെരഞ്ഞെടുപ്പ് ഗ്രാഫിൽ നിർണായകമായിട്ടുള്ള പല മണ്ഡലങ്ങളുമുള്ള സ്ഥലമാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പ്രവർത്തകരും ഏജന്റുമാരും അടക്കം ഈ മാറിവാനിയസ് കോംപ്ലക്സിന്റെ അകത്തേക്ക് കയറി വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ കേരളത്തിൽ സാധാരണ ഒരു സംസാരമുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: തിരുവനന്തപുരത്ത് 8-ലധികം സീറ്റ് പിടിക്കുന്ന മുന്നണി അധികാരത്തിലെത്തും എന്നുള്ളതാണ്. നമ്മളത് കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കാണുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ തവണ ഇടതു ഭരണത്തിന്റെ അല്ലെങ്കിൽ ഭരണാനുകൂല വികാരത്തിന്റെ കൊടുങ്കാറ്റടിച്ചപ്പോൾ തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13 നിയമസഭാ മണ്ഡലങ്ങളും LDFനൊപ്പം നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ചെറിയ ഭൂരിപക്ഷമല്ല എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല സാഹചര്യം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏതെങ്കിലും തരത്തിൽ നമ്മൾ സ്റ്റാർ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും മാത്രമല്ല, റൂറൽ മേഖലകളിലെ പല മണ്ഡലങ്ങളിലടക്കം നമ്മൾ വലിയ അട്ടിമറി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇതിലെടുത്തു പറയേണ്ടത് ഈ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടന്ന 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, അത് നേമവും അതേപോലെ തന്നെ വട്ടിയൂർക്കാവും കഴക്കൂട്ടവുമാണ്. നേമത്ത് കഴിഞ്ഞ തവണ വി ശിവൻകുട്ടി നേടിയ ലീഡ് അതേതാണ്ട് 4000-ഓളമായിരുന്നു. 3849 ലീഡായിരുന്നു. കഴക്കൂട്ടത്ത് ഏതാണ്ട് 20,000 ലീഡ് നേടിയിരുന്നു. വട്ടിയൂർക്കാവിലും സമാനമായി 2019 ഉപതെരഞ്ഞെടുപ്പിന് ശേഷം VK പ്രശാന്ത് ലീഡ് ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 മണ്ഡലങ്ങളിലും എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷ അത് സംസ്ഥാനം മൊത്തം ഇങ്ങനെ നോക്കിക്കാണുന്നു, ആകാംക്ഷയോടെ നോക്കിക്കാണുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അട്ടിമറി പ്രതീക്ഷിക്കുന്ന റൂറലിലെ പല മണ്ഡലങ്ങളുമുണ്ട്. കാട്ടാക്കടയടക്കം പല മണ്ഡലങ്ങളും തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആർക്കും മേൽക്കൈയില്ലാത്തൊരു സ്ഥലമാണ്. ആർക്കും ഏതെങ്കിലും തരത്തിലുള്ള ലീഡ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല. കാരണം അത്രത്തോളം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായി. സ്ഥാനാർത്ഥി നിർണ്ണയം അതിഗംഭീരമായി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞു. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ നമ്മൾ വിവാദങ്ങളുടെ വലിയ കാറ്റുകൾ കണ്ടതാണ്. അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച ഈ 14 നിയമസഭാ മണ്ഡലങ്ങളും ആകാംക്ഷയുടെ വലിയൊരു കാഴ്ചയാണ്. അത് പാറശാല മുതൽ ഇനി ശ്രേയങ്കീഴ് വരെ പലതരത്തിലുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള പ്രത്യേകതകൾ കൊണ്ട് കളം നിറഞ്ഞ കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. ഏതായാലും ആകാംക്ഷയോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു 3 മണ്ഡലങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് അരുവിക്കര അടക്കം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കൗതുക കാഴ്ചയായിരിക്കും. ഹാഷ്മി, ഓക്കെ, റോഷി പറയാണ് തിരുവനന്തപുരത്ത് സൂര്യൻ ഉദിച്ചു, വേറെ ആരൊക്കെ ഉദിക്കുമെന്ന് കണ്ടറിയാം. റോഷി പേടിപ്പിക്കല്ലേ. ബദനിക്കുന്നിന്റെ ആകാശത്തേക്ക് അവിടെ പല സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, പല ചന്ദ്രന്മാർ അസ്തമിച്ചിട്ടുണ്ട്, അവിടെ നക്ഷത്ര ഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അവിടെ, ആകെ പ്രശ്നഭരിത സ്ഥലമാണ് അവിടെ. എന്നുള്ളതാണ്. അല്ല, അതിന്റെ ചരിത്രം അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ തലസ്ഥാനം LDF തൂക്കി, സംസ്ഥാനം തൂക്കി. ഇക്കുറി അവിടെ തൂക്കുവോ വീഴുവോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് നമുക്ക് കാണേണ്ടതാണ്. എന്തായാലും തലസ്ഥാന നഗരി എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു തലസ്ഥാന നഗരിയല്ല, അത് രാഷ്ട്രീയ നഗരിയാണ്. അവിടെ ഇക്കുറി തലസ്ഥാന നഗരി കൂടുതൽ ആകാംക്ഷാഭരിതമാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ BJP 1, 2, 3 സീറ്റുകൾ, ഏറ്റവും കൂടുതൽ കാട്ടാക്കടയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ കാട്ടാക്കടയൊക്കെ ഏതോ പീപ്പിൾ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഏതോ സർവേ ഏജൻസികളൊക്കെ കാട്ടാക്കട അടക്കം NDA പിടിക്കുമെന്ന് പറയുന്നു. അവർ പോയി വിചാരിക്കാത്തതാണ് BJP അവസാന ഘട്ടത്തിൽ കാട്ടാക്കടയൊക്കെ തൂക്കുമെന്നുള്ള വലിയ കോൺഫിഡൻസ് ഇരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന കാര്യം നമുക്കറിയില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 24 അല്ലാതെ മറ്റാര് എന്ന് ആരോടൊക്കെ ചോദിക്കുന്നുണ്ട്. ന്യൂസിലാൻഡിൽ നിന്നും, കിവിയിൽ നിന്നും, ഫിജിയിൽ നിന്നും, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും, മംഗോളിയല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടുന്നൊക്കെയോ ആളുകൾ കാണുകയാണ്. മൊത്തത്തിൽ കോടിക്കണക്കിനായി ലക്ഷക്കണക്കിനായ പ്രേക്ഷകർ നമ്മൾക്കൊപ്പം ഉണ്ട് എന്നതിൽ തർക്കമില്ല. ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്നാണ്, ഒരുപാട് പേർ അത് പറയുന്നുണ്ട്. ശ്രീനാഥ് മാസി പറയുന്നുണ്ട് കിടക്കപ്പായിൽ നിന്ന് 24 എന്ന് പറയാണ്. അവിടെ കിടന്ന് കണ്ടോ? എഴുന്നേക്കണ്ട, അവിടെ കിടന്ന് തന്നെ കണ്ടോ? ഒരു കുഴപ്പമില്ല. കാണണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.